ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ, റെഡ് അലേർട്ടാണ്. അപ്പോൾ സ്കൂളൊന്നുമില്ല, അങ്ങനെയുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ തറവാട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന്. ഞാനും കുട്ടികളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണിത് കേട്ടോ. കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ വീടും. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് തറവാട്ടിലേക്ക് പോക്കാമെന്ന്. അപ്പോൾ റോഡിൽ അത്യാവശ്യം തെന്നലൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രണ്ട് സൈഡും ചെറിയ തോടുണ്ട് കേട്ടോ, ചില്ലിത്തോടാണ്. അപ്പോൾ നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നീരുറവേൻ്റെ. ആ ഉറവ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുന്നതാണ് ഈ തോടൊക്കെ കേട്ടോ. അപ്പോൾ ഈ തോടൊക്കെ പോയിട്ട് ഒരു വലിയ തോടിലാണ് പോയി ചേരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വലിയ തോടിൻ്റെ. അപ്പോൾ ആ വലിയ തോട്ടിലാണ് ഈ ചെറിയ തോടൊക്കെ പോയി ചേരുന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് കേട്ടോ. ചെറിയ ഇടവഴിയിലൂടെ ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ പോയിട്ട് വേണം നമ്മൾ വീട്ടിലെത്താൻ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ചക്ക പറിക്കാം. നല്ല വലിയ ചക്കേനെ നോക്കിയിട്ട് പറിക്കുകയാണ്. താഴെ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരുന്നു. ഒറ്റ വീട്ടിന് തന്നെ ചക്ക വീണിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചക്ക താഴെ പോയിട്ട് എടുക്കണം. ഇത് നമ്മൾ തറവാട്ടിലെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. കോലയിലിരുന്നാൽ നമ്മൾ കാണുന്ന വ്യൂ ആണ്. നല്ല രസമാണ്. കുറച്ച് ഹൈറ്റിലാണ് വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കോലയിലിരുന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ, മഴ ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. എന്തോ രസമാണ്. നല്ല കാറ്റും വെളിയൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കോലയിലിരുന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമ്മൾ ചക്ക മുറിക്കുകയാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ചക്ക മുറിച്ചത്. അപ്പോൾ എൻ്റെ കസിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കസിനും മോളും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ചക്ക ഒരുക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടാക്കി മുറിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചീപ്പുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലയാളെ ഇങ്ങനെ രണ്ടാക്കി വെട്ടി 4ആക്കി വീണ്ടും വെട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണി ഒരുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചീപ്പാക്കിയിട്ടാണ് ചക്ക വൃത്തിയാക്കുക. അപ്പോൾ ഞാനിങ്ങനെ മൂക്കൊക്കെ അരിഞ്ഞു കൊടുത്തു, അല്ല വെട്ടിക്കൊടുത്തു. ഉമ്മ മൂക്കരിഞ്ഞു, പിന്നെ കസിൻ എന്താക്കി ചുളയൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ 3 ആളും കൂടി പെട്ടെന്ന് ചക്കേൻ്റെ പണി അങ്ങ് ഒരുക്കി. അപ്പോൾ 2 ചക്ക നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചക്ക തികയാത്തതുകൊണ്ട് നമ്മൾ 2 ചക്ക പറിച്ചു. എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ചക്ക മുറിക്കലാണ് കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയുള്ള ചുളയായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ചക്ക വെക്കുമ്പോൾ കുരു ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ ഒരുപാട് കുരു ഇങ്ങനെ ചുണങ്ങിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഉമ്മക്ക് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ചക്കയും കുരുവൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ എന്ന് ഞാനും കരുതി. സാധാരണ ഇത്രയും ചക്ക നമുക്ക് കിട്ടാറില്ല കേട്ടോ. മണ്ണിട്ടുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഇപ്രാവശ്യം നന്നായിട്ട് ചക്ക കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക മുറിക്കുമ്പോൾ അതിനിടയിലെ പരിപാടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവരിതല്ല, ഇതിൻ്റെ അപ്പുറം ഇവർ ചാടിക്കിടക്കും. നമ്മളെത്ര പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഇതൊക്കെ ശീലമായതാണ്. അപ്പോൾ നമ്മളടുപ്പിൽ നല്ല ബീഫ് കറി റെഡിയാകുന്നുണ്ട് കേട്ടോ. വിറകടുപ്പിൽ വെക്കുന്നത് ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വരട്ടിയെടുക്കലാണ് കേട്ടോ. അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ചക്കയും ഒരു ഭാഗത്ത് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ചക്ക വെക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ചക്കയൊക്കെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടിപൊളിയായിട്ട് ഇങ്ങനെ ചക്ക വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത അടിയുന്ന ഒരു ചക്കയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലിട്ട് വെക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുരുവും ചക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചക്ക കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു തറവാട്ടിലാണ്ട് എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, അപ്പോൾ കുട്ടികളുണ്ടല്ലോ, ഒരു വാഴയില വെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും നിലത്തിരുന്നിട്ട് ചക്ക തിന്നാന്ന് വിചാരിച്ചു. അത് നല്ലൊരു രസമുള്ളൊരു അനുഭവമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ചക്കയൊക്കെ റെഡിയായിട്ട് വാഴയില വെട്ടിയിട്ടുണ്ട്. അവിടെ ഹാൾ കൊണ്ടിട്ട് ചക്കവെള്ളം വന്നിട്ടോ. നല്ല ചൂട് ചക്കയാണ്. പുറത്ത് നല്ല ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്.
നല്ല മഴയില്ല, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ചക്കയൊക്കെ ഇങ്ങനെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ഇതേ വിളമ്പി 4 ആൾ അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മളും വരുന്നുണ്ട്. ചൂടായതുകൊണ്ട് കുറച്ച് പണി വിടുന്നുണ്ട്, എന്നാലും അവർ തിന്നുന്നുണ്ട്. അധികരമൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ ചക്കയൊക്കെ തിന്നു. ഇത് നമ്മളെ വീട്ടിൻ്റെ സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇത് നമ്മളെ പറമ്പാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലുള്ളൊരു ചെറിയൊരു തോടാണിത്. ഇത് കാക്കാൻ്റെ വീടാണ്. അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഇവിടെ വേണം വീടൊക്കെ എടുക്കാൻ. ഇത് കണ്ടോ, ഇത് ചില്ലിത്തോടാണ്. ഒരു പാലൊക്കെ ഉണ്ട്. അപ്പോൾ പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്ന ചില്ലിത്തോടാണിത്. അപ്പോൾ നമ്മളിപ്പോൾ തോട് കെട്ടിയെടുത്തതാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്രാവശ്യം ചക്ക നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ്. അപ്പോൾ നമ്മൾ വീടും പറമ്പൊക്കെ ഒരു ദിവസം ഇൻഷാല്ല എല്ലാവർക്കും കാണിച്ചു തരാം. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.